വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വ്യക്തിയെ കാണിക്കട്ടെ. അവിടെ എന്തോ ഈ പരിക്കകത്ത് വെക്കാലോ. വിളക്ക് വെക്കാൻ നമുക്കൊരു സ്റ്റാൻഡ് ഉണ്ട്. അകത്ത് ചുമപ്പ് വെള്ളയും കറുപ്പ് വെള്ളായിരുന്നു. അത് മുകളിൽ കണ്ടേന്ന് ചേച്ചേനാ. അത് പഴയ ചേച്ചേനാ. പുതിയ മാതാവില്ലയോ ചേച്ചിയടാ? പുതിയതല്ലേ മാതാവില്ലേ? അതെങ്ങനെ പഴയതായി? മുത്തച്ഛാ എന്തുവാ ക്ഷീണമായിരുന്നു? ഉറക്കം വന്നു. പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുപ്പി ജാനിക്കുട്ടിനോട് ഇരിക്കുമല്ലായിരുന്നു. ടേപ്പ് സാധനങ്ങളെല്ലാം വന്നപ്പോഴേ അടുക്കി അവര് നനച്ചില്ലാതെ അതുകൊണ്ട് ഞാൻ ഊടിക്കഴിഞ്ഞു. അല്ല ഇതെന്താ തുണി നനച്ചു വാരി വെച്ചേക്ക? കൈക്കള തുണി അത് കഴുകി വെക്കാൻ ഞാൻ കഴുകി ഇങ്ങോട്ട് വെച്ചോ, കഴുകിയിട്ട് ഇങ്ങോട്ട് വെച്ചോ. ഞാൻ വിരിച്ചിട്ടിട്ടുണ്ട്. പാത്രം കഴുകാം. രാവിലെ ഇവിടെ നമ്മുടെ ജനല് ദോശയായിരുന്നു കേട്ടോ. ജനൽ ദോശ ഉണ്ടാക്കി അത് ഞാൻ കുറച്ച് സമയം എടുക്കും. അത് അപ്പം അത് ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കാൻ സമയമില്ല. അതുകൊണ്ട് ഞാൻ രാവിലെ അത്യാവശ്യത്തിന് ഇവർക്ക് കഴിക്കാനുള്ളതും ഉണ്ടാക്കി, എനിക്ക് കഴിക്കാനുള്ളതും ഉണ്ടാക്കി, എന്നിട്ട് ബാക്കി മാവ് ഇവിടെ വെച്ചിട്ട് പോയി. ഒത്ത് വേണമെങ്കിൽ വിശക്കുമ്പോൾ ഉണ്ടാക്കി കഴിച്ചോന്ന് പറഞ്ഞിട്ട് ഞാനങ്ങ് പോയെ. അപ്പോൾ ഇന്നലെ പോയിട്ട് വന്നതിന്റെ ക്ഷീണം കൊണ്ട് ഞാൻ കുറച്ചു നേരം കൂടെ കിടന്നുറങ്ങുകയും ചെയ്തു. അതുകൊണ്ട് ഇന്നിവിടെ എൻ്റെ ഗ്യാസ് അടുപ്പും പാചകവും ഒക്കെ അഴുക്കാക്കിയിട്ടേക്കും. എന്നിട്ട് പാത്രം കഴുകാൻ മറന്നുപോയി. കൈക്കല പിടിക്കുന്ന തുണിയില്ല, നനച്ച് ഒഴിച്ചു വെച്ചേക്കുന്നു. ഇതൊക്കെയാണ് അടുക്കളയിലെ ഇന്നത്തെ പ്രത്യേകതകൾ. പിന്നെ ഇന്ന് നമ്മുടെ വീഡിയോസ് കാണുന്ന ഒരു ചേച്ചിയെ കണ്ടു. ഞാൻ നേരിട്ട് കണ്ടിട്ടൊന്നുമില്ല. ചേച്ചിയെ പറ്റി കേട്ടിട്ടേ ഉള്ളൂ. ചേച്ചിയുടെ ഹസ്ബൻഡ് അവിടെ ജോലി ചെയ്യുന്നുണ്ട് ഹോസ്പിറ്റലിൽ. അപ്പം പുള്ളിക്കാരൻ വന്ന് പറയാറുണ്ടെങ്കിലും ഞാൻ ചേച്ചിയെ കണ്ടിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് അറിയത്തില്ലായിരുന്നു. പിന്നെ ഇന്ന് ഞങ്ങൾ പരിചയപ്പെട്ടു, സംസാരിച്ചു. പിന്നെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ചതാട്ടോ ക്ലോസപ്പും കോൾഗേറ്റും വാങ്ങിച്ചു. പിന്നെ ഒരു ഇൻസുലേഷൻ ടേപ്പ്, അല്ലാത്ത ടേപ്പ്, ഇതൊക്കെ ഇവിടെ അത്യാവശ്യത്തിന് നോക്കിയാൽ കാണത്തേ. പിന്നെ ഒരു പശ വാങ്ങിച്ചു, പൊട്ടാറ്റോ ബിസ്ക്കറ്റ് വാങ്ങിച്ചു, പാല് മേടിച്ചു, ഫ്രൂട്ടി ബ്രെഡ് മേടിച്ചു. പിന്നെ അവല് നമ്മള് എന്തുവാ കുഞ്ഞിനൊക്കെ ഉണ്ടാക്കുമ്പോ ഇപ്പൊ ഞാൻ ചോറ് ഇടാൻ മറക്കുവാണെങ്കിൽ, ചോറ് ഇരിപ്പില്ലെങ്കിൽ അവല് കുതിർത്തരച്ചാൽ നല്ലതാട്ടോ. സുചിത്തിലൊക്കെ പോയപ്പോ വെള്ളമൊക്കെ കരുതിക്കൊണ്ട് പോയതാ. വണ്ടിക്കകത്ത് വെച്ചിട്ടെങ്കിൽ പോലും ഇന്ന് പോയി അതൊക്കെ എടുത്തു. രാവിലെ പിന്നെ വേറൊരു ബോട്ടിൽ ഉലിരിപ്പുണ്ടായിരുന്നു, അതിനകത്താണ് വെള്ളം കൊടുത്തു വിട്ടത്. ഇന്ന് അടുക്കളയിലെ പണികള് ചോറും വെച്ചില്ല, കൂട്ടാനും വെച്ചില്ല. ചോറ് ഇച്ചിരി കണ്ട് ഇരിപ്പുണ്ട് അന്നത്തേത്. പിന്നെ ഇന്നലത്തെ യാത്രയുടെ ഒക്കെ വയ്യാഴിയോണ്ട് ഞാനങ്ങ് കിടന്ന് പിന്നെ എഴുന്നേറ്റിട്ട് ചോറ് വെക്കാനൊക്കെ സത്യത്തിൽ മറന്നുപോയി. കുക്കറിനകത്ത് തിളപ്പിച്ച് വെക്കുന്ന കാര്യം മറന്നു. ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞ ഓർത്തത്. അപ്പം പിന്നെ കറികളും മീനൊന്നും കിട്ടിയില്ല. അങ്ങനെ ആകെപ്പാടെ ഇന്നൊരു മിഴുങ്ങസ്യ ദിവസമായിരുന്നു. പിന്നെ വീഡിയോസൊക്കെ കാണുന്നവരൊക്കെ ഉണ്ട്, നമ്മുടെ ഫാമിലി മെമ്പേഴ്സ്. അവരൊക്കെ എന്നോട് ചോദിച്ചു എങ്ങനെയുണ്ട്, വയ്യാഴി വല്ലതും ഉണ്ടോ, യാത്ര ചെയ്തതിൻ്റെന്നൊക്കെ കേട്ടോ. അന്വേഷിച്ചവരോടെല്ലാം ഒരുപാട് സ്നേഹം. സ്വന്തം വീട്ടിലെ അംഗത്തെ പോലെ കരുതുന്നത് കൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത്. സഹോദരിയായിട്ടല്ലേ, ഒരു അമ്മയായിട്ട്, ചേച്ചിയായിട്ട്, അനിയത്തിയായിട്ടൊക്കെ കാണുന്നത് കൊണ്ട് മാത്രമാണ് അങ്ങനെ ചോദിക്കാനുള്ള ഒരു മനസ്സ് തോന്നുന്നത്. അതിനൊക്കെ എൻ്റെ ചക്കര മുത്തുമണികളോടെല്ലാം സ്നേഹം കേട്ടോ. പിന്നെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇന്ന് അജയണ്ണന്റെ വക ചില്ലി പൊറോട്ട
ചില്ലി പൊറോട്ട കേട്ടോ. അത് വാങ്ങി തന്ന് വിട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രി വന്ന് ചപ്പാത്തി വല്ലതും ഉണ്ടാക്കണം, പിന്നെ ഒരു മുട്ട റോസ്റ്റും ഉണ്ടാക്കണമെന്നൊക്കെ കണ്ടിരുന്നേ. അപ്പം ഇത് വാങ്ങിച്ച് തന്നത് കൊണ്ട് ഞാൻ ഒന്നും ഉണ്ടാക്കുന്നില്ല. ഇതിന് വിശേഷം എന്ന് പറഞ്ഞാല് അവിടുത്തെ ചേച്ചിയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ. രേഖ ചേച്ചിയുടെ ബർത്ത്ഡേ ആയിരുന്നു. ചേച്ചിയുടെ പിറന്നാളാന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ചോദിച്ചു ഞങ്ങൾക്ക് സ്പെഷ്യൽ ഒന്നും ഇല്ലയോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഇത് വാങ്ങിച്ച് തന്നു വിട്ടതാണ്. അപ്പൊ ചേച്ചിക്ക് ഹാപ്പി ബർത്ത്ഡേ. അപ്പൊ ഇന്നത്തെ അടുക്കളയിൽ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. നമുക്ക് ഇന്ന് അത്താഴം ഇതാണ് കേട്ടോ. ബിരിയാണിയല്ല, ചില്ലി പൊറോട്ട. പാക്കറ്റ് എങ്ങനെയാണെന്നേ ഉള്ളൂ. പിന്നെ മുട്ട മേടിച്ചിട്ടുണ്ടായിരുന്നത് 10 മുട്ട വാങ്ങിച്ചത്. ഞാൻ പറഞ്ഞില്ല ഇപ്പൊ സൂപ്പർ മാർക്കറ്റിൽ നല്ല വാങ്ങിക്കുന്നു. നമുക്ക് അവിടെ ഡെയിലി ഒരു എന്താണ് നമ്മുടെ ചിട്ടി പൈസ വാങ്ങിക്കാൻ ഒരു പുള്ളിക്കാരി വരും. അവിടുന്ന് അവർക്ക് കോഴി വളർത്തലൊക്കെ ഉണ്ട്. അപ്പൊ അവിടുന്നാണ് ഇപ്പൊ മുട്ട മേടിക്കുന്നത്. അപ്പം തീരാറായിരിക്കുമായിരുന്നു. അതുകൊണ്ട് ഇന്ന് 10 ശനിയാഴ്ച കൊണ്ടുവരണമെന്ന് പറഞ്ഞത് പുള്ളിക്കാരിയാണ് വന്നില്ല. അപ്പൊ ഇന്ന് കൊണ്ടുവന്നു. അപ്പൊ ഞാൻ പോയി കുളിച്ച് ജപിച്ചിട്ടൊക്കെ വരാം. കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ചു കുളിച്ചാൽ പോരെ ജപിക്കണോന്ന് കേട്ടോ. കുളിച്ചു കഴിഞ്ഞിട്ടാണ് ജപം, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ. പിന്നെ എന്താണ് വിശേഷങ്ങൾ? എന്റെ ചക്കര മുത്തുമണികളെല്ലാം എന്റെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളിൽ നിങ്ങളും കൂടെ സന്തോഷിക്കുന്നു എന്ന് അറിയുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര സ്നേഹമാണ് എനിക്ക് നിങ്ങളോട്. എന്റെ ഓർമ്മക്കുറവുകൊണ്ടോ എന്റെ സമയക്കുറവുകൊണ്ടോ നിങ്ങളോടൊക്കെ മിണ്ടാനും പറയാനും ഒക്കെ ചിലപ്പോൾ ഇച്ചിരി താമസമൊക്കെ വരുന്നതേ ഉള്ളൂ. എല്ലാവരോടും എനിക്ക് മനസ്സ് നിറയെ സ്നേഹമാണ്. എന്നെ സ്നേഹിക്കുന്ന എന്റെ മക്കളെ ഇഷ്ടപ്പെടുന്ന എല്ലാവരോടും എനിക്ക് സ്നേഹമാണ് കേട്ടോ. പിന്നെ എന്താ നമ്മൾ ഈ പറയത്തില്ലേ, ഒരു കർണത്തടിച്ചാൽ മറു കർണം കൂടി കാട്ടിക്കൊടുക്കണമെന്നൊക്കെ പറയത്തില്ലേ, ആ രീതിയൊന്നും എനിക്കില്ല കേട്ടോ. എന്നോട് ദേഷ്യപ്പെട്ടാൽ ഞാനും ചിലപ്പോൾ ദേഷ്യപ്പെടും, എന്നോട് വഴക്കിന് വന്നാൽ ഞാനും വഴക്കിടും കേട്ടോ. അപ്പം എന്ന് വെച്ച് വെറുതെ പോരി പിടിക്കുന്ന പരിപാടിയൊന്നുമില്ല. എന്നോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അതിനുള്ള മറുപടിയൊക്കെ ഞാൻ പറയും. ഇപ്പൊ ഈ ഒരു 40-40 വയസ്സായില്ലേ അപ്പൊ കേട്ടോ. അതിന് മുമ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ സ്വഭാവമായിരുന്നു കേട്ടോ. ആരെന്ത് പറഞ്ഞാലും ഇങ്ങനെ കേട്ടോണ്ട് നിൽക്കും. പിന്നെ എവിടെയെങ്കിലും പോരുന്ന കരയും. എന്തുവാ അല്ലെന്നുണ്ടെങ്കിൽ ആരും കേൾക്കാതെ എന്തെങ്കിലുമൊക്കെ പറയും. ആരുടെ മുഖത്ത് നോക്കി ഒരു അക്ഷരവും മിണ്ടത്തില്ലായിരുന്നു. അതിൻ്റെതായിട്ടുള്ള എല്ലാ പാകപ്പിഴകളും നമ്മൾ ജീവിതത്തിൽ അനുഭവിച്ചു. അപ്പൊ പ്രതികരിക്കേണ്ട അടുത്ത് പ്രതികരിച്ച് തന്നെ ജീവിക്കണമെന്നാണ് ഇന്നത്തെ തലമുറയോട് എനിക്ക് പറയാനുള്ളത്. ആണായാലും പെണ്ണായാലും കേട്ടോ, തെറ്റ് കണ്ടാൽ പ്രതികരിക്കുക. നമുക്കൊരു സ്വത്വമുണ്ട്. ആ സ്വത്വം നശിപ്പിക്കുന്ന എന്ത് ചിന്തകളോടും നമ്മൾ പ്രതികരിച്ച് തന്നെ നിൽക്കുക കേട്ടോ. നമ്മളായി തന്നെ ഇരിക്കാനുള്ള ഒരു സാഹചര്യം നമ്മൾ സൃഷ്ടിച്ചെടുക്കുക. നമ്മൾ ആരുടെയും മുമ്പിൽ എന്തെങ്കിലും കാര്യത്തിന് നമ്മളെ മറന്ന്, നമ്മുടെ രീതികളെ മറന്ന്, നമ്മുടെ സന്തോഷങ്ങളെ മറന്ന് ജീവിക്കാൻ ഒരു നിമിഷമെങ്കിലും തയ്യാറായാൽ പിന്നെ നമ്മുടെ സന്തോഷങ്ങളൊന്നും തിരിച്ചു കിട്ടാൻ പോകുന്നില്ല കേട്ടോ. നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അത് മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കാൻ മാത്രമേ ഉള്ളൂ ചിന്തിക്കാൻ. ഇന്ന് ഇത്രയും പറഞ്ഞെന്ന് വെച്ചാൽ ഇന്ന് കുറച്ച് സമയം കിട്ടിയുണ്ടങ്ങ് പറഞ്ഞത്. അപ്പൊ ഫോണിന്റെ ചാർജൊക്കെ തീരാറായി. അപ്പൊ ഞാൻ പോയി കുളിച്ചിട്ട് വരാം, ജപിച്ചിട്ടും വരാം കേട്ടോ. ഒരാളെ ഇന്ന് ഭയങ്കര പണിയാ. ടേപ്പ് മേടിച്ചോണ്ട് വരണമെന്ന് പറഞ്ഞാൽ ടേപ്പ് വെച്ച് ബുക്കിനകത്ത് തീപ്പെട്ടിക്കൊള്ളിയൊക്കെ സ്ക്വയർ ടൈപ്പിലൊക്കെ ഒട്ടിച്ചു വെക്കും. ഞാൻ പറഞ്ഞത് പശ വെച്ച ഒട്ടിക്കേണ്ടിയാണ്. ഒരു നേരം എടുക്കത്തില്ലായിരുന്നു. നാളെ കൊണ്ട് ചെല്ലുമ്പോ ടീച്ചർ പറഞ്ഞോളൂ, അന്നേരം മനസ്സിലാവും. അമ്മ പറയുമ്പോഴേ പൂച്ച. അപ്പൊ ഞാൻ ഇപ്പൊ വരാട്ടോ. നമുക്ക് കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കാം. എന്നാ ഒരു കുഞ്ഞു പണിയുണ്ട്. ഞാന് സൂചേച്ചിയുടെ അടുത്തുനിന്ന് അടിച്ചു മാറ്റിക്കൊണ്ട് വന്നത് ഈ കുഞ്ഞ് ഇരുമ്പ് ചീനിച്ചട്ടി കേട്ടോ. ഞാനത് നമ്മുടെ ലിക്വിഡൊക്കെ ഇട്ട് നല്ലപോലെ തേച്ചൊക്കെ കഴുകി. പിന്നെ അതുകൊണ്ട് ഇത് ഇട്ടേക്കുന്നത് ഉപ്പുകല്ല കേട്ടോ. ഉപ്പുകല്ല് ഇതിനകത്തിട്ട് ഇങ്ങനെ നല്ല ഹൈ ഫ്ലെയിമിൽ ചൂടാക്കുന്ന ഒരു വീഡിയോ കണ്ടേ. അന്നേരം എന്നിട്ട് നമ്മളിത് ഒന്നുകൂടെ കഴുകിയിട്ട് നല്ലെണ്ണ പുരട്ടി വെക്കണം. സൂചിച്ച് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്, പക്ഷേ തുരുമ്പിക്കുന്നെന്നും പറഞ്ഞുകൊണ്ട് മാറ്റി വെച്ചിരുന്ന കേട്ടോ. നമ്മുടെ ഇവിടെ ഒരു ഇരുമ്പ് ചീനിച്ചട്ടി വലുതുണ്ട്, പക്ഷെ അതിനകത്ത് തുരുമ്പ് നമ്മൾ എണ്ണയൊക്കെ പുരട്ടാതിരുന്നാൽ എണ്ണമയം ഇല്ലെന്നുണ്ടെങ്കിൽ തുരുമ്പിക്കാറുണ്ട്. പക്ഷെ അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മളതാണ് ഉപയോഗിക്കുന്നത്. അപ്പം നമുക്ക് അതുപോലെ ഇതിനെ ഒന്ന് മയക്കിയെടുക്കാൻ പറ്റുമോ എന്ന് നോക്കാം. ഉപ്പുകല്ലിന്റെ കളറൊക്കെ മാറിയതാ ഇതുപോലെ ഈ കണ്ടോ. അതിനകത്തെ തുരുമ്പ കണ്ടോ.
ഇനി ഇത് പൊട്ടുമ്പോൾ നിർത്തണം. എന്നിട്ട് ഇത് തേച്ച് കഴുകി എടുത്തിട്ട് നല്ലെണ്ണ തൂത്ത് വെക്കണം. പിന്നെ ഇതിനകത്ത് സവാള വഴട്ടി അങ്ങ് ഒരു ദിവസം ഇച്ചിരി എണ്ണയൊക്കെ ഒഴിച്ച് സവാളയൊക്കെ വഴട്ടി അങ്ങ് കളയണം. എന്നിട്ട് പിന്നെ ഉപയോഗിച്ചാൽ കുഴപ്പമില്ലെന്നൊക്കെയാണ് പറയുന്നത്. നമുക്ക് നോക്കാം. ഇതിൻ്റെ കളർ ചേഞ്ചായി ഇതിനി പൊട്ടാൻ തുടങ്ങി ഉപ്പ് കല്ല്. അപ്പം നമ്മളിതങ്ങ് നിർത്തും. അതുപോലെ പൊട്ടാൻ തുടങ്ങുമ്പോൾ പിന്നെ ഗ്യാസ് അങ്ങ് ഓഫാക്കണം. അല്ലെ പിന്നെ പൊട്ടി മേത്തൊക്കെ വീഴും. നമുക്ക് ഒന്നുകൂടെ ഡിഷ് വാഷ് ലിക്വിഡൊക്കെ ഇട്ട് ഒന്ന് തേച്ച് കഴുകി സിമ്പിളനാക്കണം. കണ്ടോ ഉപ്പുകല്ലിൻ്റെ കളർ കണ്ടോ? ഞാൻ അതെല്ലാം കൊണ്ടുപോയി കഴുകി നമ്മുടെ ലിക്വിഡില്ലേ അതിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്നുകൂടെ ഒന്ന് അടുപ്പിൽ വെച്ചിട്ട് ഡ്രൈ ആക്കണം. ഡ്രൈ ആക്കിയിട്ട് നമുക്ക് നല്ലെണ്ണ തൂത്തങ്ങോട്ട് വെക്കാം. നല്ലെണ്ണ ഇരിപ്പുണ്ട്. അത് നമുക്ക് ഇതിനകം മുഴുവൻ അങ്ങ് പുരട്ടി വെക്കണം. ഒരാൾ ഉപേക്ഷിച്ചത് മറ്റൊരാളുടെ കയ്യിൽ വളരെ ഭംഗിയായി സൂക്ഷിക്കപ്പെടുമെന്നൊക്കെ ഞാൻ എവിടെയൊക്കെയോ കേട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം കേട്ടോ. സുന്ദരനാക്കി എടുക്കാൻ പറ്റുമോ നോക്കാം. അത് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി അതാ എണ്ണ നമ്മുടെ പാത്രത്തിലെല്ലാം തേച്ച് പിടിപ്പിച്ച് വെക്കാം. എന്നിട്ട് പിന്നെ ഒരു പരിപാടിയും കൂടെ ഉണ്ട് കേട്ടോ. അത് ഭയങ്കര പാടായിരിക്കും. അടുത്ത പരിപാടി ഭയങ്കര പാടായിരിക്കും. ഗ്യാസൊക്കെ ഓഫാക്കി അടുത്ത ജോലി നമ്മളിവിടെ എല്ലാം എണ്ണ തൂത്ത് കൊടുക്കണം. ഇത് ഉണങ്ങി ഇത് തണുത്ത് റെഡി ആയിരിക്കും. നാളത്തേക്ക് നമ്മള് പിന്നെ കഞ്ഞിവെള്ളത്തിൽ മുക്കി വെക്കും, അല്ലെ ചാണക വെള്ളത്തിൽ മുക്കി വെക്കും. ചാണകമില്ലയോ? പശുവില്ല നാട്ടിൽ പശുവില്ലേ? നമ്മുടെ വലിയ ഇരുമ്പ് ചീനിച്ചട്ടി മേടിച്ചത് ചാണക വെള്ളത്തിൽ മുക്കി മയക്കിയാണ് എടുത്തത്. പക്ഷെ അത് ചാണകം കിട്ടാൻ പ്രയാസമാണ്. അതുകൊണ്ട് ഞാൻ ഇത്തവണ കഞ്ഞിവെള്ളത്തിൽ മുക്കി വെക്കാനാണ് തീരുമാനം. അത് നമ്മുടെ താഴെ മാമിയുടെ അടുക്കൽ മാമി ഉള്ളതൊന്നും എടുത്തോണ്ട് തന്നു. സരസമ്മാമി ഇനി അവിടെ ഇരിക്കട്ടെ, അവിടെ ഇരുന്ന് തണുക്കട്ടെ. മോനുകുട്ടൻ എന്ന് ഗുഡൊക്കെ കിട്ടി. മോനുകുട്ടന്റെ ഗുഡും മോനുകുട്ടന്റെ വരയൊക്കെ എന്റെ പ്രിയങ്ങളെ കാണിക്കാട്ടോ. ജാനിക്കുട്ടിയുടെ ഞാൻ മിക്കപ്പോഴും കാണിക്കാറുണ്ടല്ലോ. ഞാൻ ചെല്ലുമ്പോഴേ ജാനിക്കുട്ടി വരച്ച പടമൊക്കെ എടുത്തോണ്ടെങ്കിൽ വരും. പിന്നെ ടീച്ചർ വരച്ച പടം കാണിക്കുക. ടീച്ചറാ മോനുകുട്ടന്റെ ടീച്ചർ വരച്ചു കൊടുത്ത പടം കേട്ടോ. പൂവൊക്കെ മോനുകുട്ടൻ വരച്ചു. ചെല്ല മോനുകുട്ടൻ വരച്ച പടമാണേ. മോനുകുട്ടന്റെ അക്ഷരങ്ങൾ ഞാൻ കാണിക്കാം. മോനുകുട്ടന്റെ ഹാൻഡ് റൈറ്റിംഗ് കാണിക്കാട്ടോ. ഒക്കെ മോനുകുട്ടൻ പടം വെട്ടി ഒട്ടിച്ചേക്കോട്ടോ. ഹാൻഡ് റൈറ്റിംഗ് കാണിക്കാം. ഇതാണ് മോനുകുട്ടന്റെ ഹാൻഡ് റൈറ്റിംഗ് കേട്ടോ. ഇഷ്ടപ്പെട്ടോന്ന് എന്റെ പ്രിയങ്ങൾ പറയണം കേട്ടോ. മോനുകുട്ടൻ വരച്ച പടം പറയണോ? ഇത് ഞാൻ തന്നെ വരച്ച. ഇത് മോനുകുട്ട വരച്ച കേട്ടോ. വളയം വെച്ച് വരച്ച. മോനുകുട്ടന്റെ അക്ഷരങ്ങളൊക്കെ കണ്ടോ? വളയം വെച്ച ഇല്ല. മോനുകുട്ടൻ എന്തുവാ ഈ അംഗൻവാടി പോയപ്പോഴാണേലും പ്ലേ സ്കൂളിൽ ചേർത്തപ്പോഴാണ്, പ്ലേ സ്കൂളില് അല്ല അംഗൻവാടി പോയി LKG UKG ഒക്കെ പഠിച്ചിരുന്ന സമയത്താണേലും എനിക്ക് അവനെ പിടിച്ചിരുത്തി എഴുതിക്കാനും ഹോംവർക്ക് ചെയ്യിക്കാനും ഒന്നും എനിക്ക് ശരീരത്തിന് ആവതില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ ഇരിക്കാറില്ല കേട്ടോ. കാരണം ഞാൻ ഇരുന്നാ കുറച്ച് വായലക്കിണ്ടിയൊക്കെ വരുമല്ലോ, കുഞ്ഞുങ്ങളല്ലേ. അപ്പൊ അങ്ങനെ അലച്ചു കഴിഞ്ഞാൽ എനിക്ക് അങ്ങ് ഭയങ്കര നെഞ്ചിടിപ്പും അസ്വസ്ഥതയാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇരിക്കാറില്ലായിരുന്നു. അതുകൊണ്ടാണ് മോനുകുട്ടനെ ട്യൂഷനൊക്കെ ആക്കുന്നത്. പിന്നെ
മുത്തിനെ അങ്ങനെ അല്ലായിരുന്നു കേട്ടോ. മുത്തിനെ ഞാനൊരു മോനുകുട്ടനെ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയം വരെ കുറച്ച് റെസ്റ്റ് ഒക്കെ വേണമെന്ന് പറഞ്ഞു. അപ്പൊ അധികം അലയ്ക്കാനും പിടിക്കാനും ഒന്നും വയ്യാത്തോണ്ട് ആ ഒരു സമയം വരെ ഞാന് മുത്തിനെ ഹോംവർക്ക് ചെയ്യിക്കാനും പഠിപ്പിക്കാനും ഒക്കെ അവന്റെ കൂടെ ഇരുന്ന് അവനെ കൈപിടിച്ച് എഴുതിച്ച് നല്ല അടിയൊക്കെ കൊടുത്തൊക്കെ തന്നെ പറഞ്ഞൊക്കെ മനസ്സിലാക്കി കൊടുക്കുമായിരുന്നു കേട്ടോ. പക്ഷെ മോനുകുട്ടനെ എനിക്ക് അങ്ങനെ അത്രയും അതിനകത്ത് അത്രയും ചെയ്ത് കൊടുക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. പിന്നെ ഇതൊക്കെ ടീച്ചർമാരൊക്കെ പഠിപ്പിച്ചെടുക്കുന്നതാണ്. പിന്നെ ഇപ്പം ട്യൂഷന് വിടുന്നിടത്ത് ഗോഡ്മിനൊക്കെ ആണെന്നുണ്ടെങ്കിലും നല്ലപോലെ ആത്മാർത്ഥമായിട്ട് അവന്റെ കാര്യം അവന് മനസ്സിലാക്കുന്ന രീതിയിലൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് കൊണ്ടാണ് ഇത്രയൊക്കെ എന്താ വിളിക്കാൻ ഇന്നലെയല്ലേ ഞായറാഴ്ചയല്ലല്ലോ അതുകൊണ്ട് വിളിക്കാൻ എന്നെ എന്താ ചോദിച്ചു. മോൻ പറയാൻ വയ്യായിരുന്നു മോൻ ഇവിടെ ഇല്ലായിരുന്നു. പറഞ്ഞു ഇതാരാ മോനുകുട്ടാ വരച്ചേ? ഈ മുടിയും വായൊന്നും ഉടുപ്പ് ചെയ്തിട്ട് ഈ പടം കൊള്ളാല്ലേ. മോനുകുട്ടൻ വരച്ചതല്ല, ടീച്ചറോട് സഹായിച്ചതാ കേട്ടോ. ഈ വരയ്ക്കാൻ നല്ല വരയ്ക്കാം. മോനുകുട്ടൻ അമ്മിണി പശുവിനെ വരച്ചത് കാണിക്കാതെ. മോനുകുട്ട ചിരിച്ചല്ല, മോനുകുട്ടന്റെ അമ്മിണി പശു ആട്ടോ. സുന്ദരം പശു, സുന്ദരി പശു അല്ലേ. അയ്യോ ചിരിക്കാൻ ഇവിടെ അവകാശമില്ല. ഞാൻ ചിരിച്ച ഉടനെ ചോദിക്കും എന്തിനാ ചിരിക്കുന്നേന്ന്. എനിക്ക് ചിരിച്ചുകൂടായോ? കൊള്ളാമല്ലോ. സ്കൂള് തുറന്നിട്ട് 1 മാസം പോലും ആയല്ലോ. ഇത്രയും വലിയൊരു ബുക്ക് കണ്ടോ, ഇത്രയും വലിയൊരു ബുക്ക് പേജ് എല്ലാം വിട്ട് പടം ഒട്ടിക്കാനില്ലേ ഇത് വിട്ടയാ. ശരി സാറേ, സോറി. ഞാൻ പറഞ്ഞില്ലേ തീപ്പെട്ടിക്കുള്ളിയൊക്കെ എടുത്ത് വെച്ച് ഒട്ടിക്കുമായിരുന്നു. ഇതായിരുന്നു പരിപാടി കേട്ടോ. സ്ക്വയറും ട്രയാങ്കിളും ഉണ്ടാക്കുമായിരുന്നു. ഇത് റെക്ടാങ്കിൾ. ഇത് ഇങ്ങനെ അല്ലെന്ന് ഞാൻ പറഞ്ഞായിരുന്നു, ഞാൻ ഒട്ടിച്ചു തരാമെന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ ഇത് കഴിഞ്ഞ ദിവസം മോനുകുട്ടൻ എന്താ നമ്മുടെ ഈ ഷേപ്പ് ഒക്കെ വെട്ടി ഒട്ടിച്ചോണ്ട് പോയെന്ന് പറഞ്ഞില്ല. അതിന് ഗുഡ് കിട്ടി കേട്ടോ, സ്റ്റാറും കിട്ടിയേ കേട്ടോ. ഉണ്ട് നമുക്കിന്ന് സാധാരണ നമ്മള് 8 മണി 8:30 മുമ്പേ കഴിച്ചുകൊണ്ടിരുന്നാണ്. ചിലപ്പോഴൊക്കെ ഇങ്ങനെ വീഡിയോയും പാചകവും ഒക്കെ ആയിട്ട് താമസിച്ചു പോകുന്നുണ്ട്. ഇപ്പം ഇന്ന് നമ്മൾ അധികം പാചകമൊന്നും ഇല്ലായിരുന്നു, വലിയ പണികളൊന്നും ഇല്ലായിരുന്നത് കൊണ്ട് നമുക്കിന്ന് സമയത്ത് അങ്ങ് കഴിക്കാം കേട്ടോ. പുതിയതായിട്ട് വീഡിയോസ് കാണുന്നവരൊക്കെ എന്നോട് സുചേച്ചി ആരാന്നും എവിടെയാ പോയതെന്നും ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നേ. ഞാൻ എല്ലാ ഡീറ്റെയിൽസ് സുചേച്ചിയൊക്കെ ഇവിടെ വന്ന വീഡിയോ ഒക്കെ ഉണ്ട്. അപ്പൊ എന്റെ പ്രിയങ്ങൾ കണ്ടവർക്കൊക്കെ അറിയാം. സുചേച്ചി എന്ന് പറയുന്നത് എന്റെ മൂത്ത മാമന്റെ മോളാണ്. അമ്മയുടെ വീട്ടിൽ 8 മക്കളാണ്, 4 പെണ്ണും 4 ആണുമാണ്. അപ്പൊ അതിനകത്ത് മൂത്ത മാമന്റെ മോളാണ് സുചേച്ചി. ഏറ്റവും ഇളയ മാമനാണ് കുക്കുന്റെ അച്ഛൻ കേട്ടോ, എന്റെ ഹരിമാമൻ. അപ്പം മൂത്ത മാമന്റെ മോളാണ് സുചേച്ചി. സുചേച്ചിയെ കല്യാണം കഴിച്ചിരിക്കുന്നത് അമ്മയുടെ ചേട്ടത്തി, നേരെ മൂത്ത ചേട്ടത്തിയുടെ മോനാണ്. അവര് മുറപ്പെണ്ണും മുറച്ചെറുക്കനുമാണ്. ആങ്ങളുടെയും പെങ്ങളുടെയും മക്കളാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. അപ്പൊ അവർ രണ്ടുപേരും നമ്മുടെ വീട്ടുകാർ തന്നെയാണ്, ഇവിടുത്തെ പോലെ തന്നെ കേട്ടോ. അപ്പം വല്യമ്മച്ചിയുടെ മോനും മാമന്റെ മോളുമാണ് ഷാജിയാണെന്ന് സുചേച്ചി. അപ്പൊ വല്ലപ്പോഴും ഒന്ന് പോകണമെന്ന് തോന്നുന്നതും അങ്ങോട്ടാണ് കേട്ടോ. പിന്നെ നേരത്തെ ഒക്കെ അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ ഉള്ള സമയത്ത് നമ്മള് അമ്മ വീട്ടിലൊക്കെ പോകാറുണ്ടായിരുന്നു. അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ പോയി എല്ലാരും വേറെ വേറെ വീടൊക്കെ വെച്ചു. മക്കളും മരുമക്കളും ഒക്കെ ആയി, കുടുംബങ്ങളൊക്കെ എന്താണ് ഓരോരോ അവരവരുടെ സെറ്റപ്പ് ആയതിനു ശേഷം വലിയ സഹകരണമില്ലാത്തവരോട് നമ്മളും സഹകരിക്കുന്നില്ല. നമ്മളെ തിരക്കുന്നവരെയൊക്കെ നമ്മളും തിരക്കും എന്ന് പറഞ്ഞാൽ സുചേച്ചി വല്ലപ്പോഴും ഒക്കെ വിവരങ്ങൾ അന്വേഷിക്കാൻ വിളിക്കാറുണ്ട്, ചോദിക്കാറുണ്ട്. അതുകൊണ്ട് സുചേച്ചിയുടെ അടുത്ത് പോകുന്നതേ ഉള്ളൂ. പിന്നെ നമ്മളുമായിട്ട് സാമ്പത്തികമായിട്ടാണേലും എല്ലാ കാര്യത്തിലും ഇച്ചിരി മുൻപന്തിയിലൊക്കെ ആയവരോട് നമ്മളോട് മിണ്ടാനും നമ്മളോട് സഹകരിക്കാനും ഒക്കെ ഒന്നും ഇഷ്ടമല്ലാത്തവരൊക്കെ ഉണ്ട് കുടുംബത്തിൽ. അപ്പൊ അവരോടൊന്നും നമ്മളങ്ങനെ ഒന്നിനും ബുദ്ധിമുട്ടിക്കാനായിട്ട് പോകുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ളവരോട് സഹകരിക്കാൻ ഇഷ്ടമല്ലാത്തവരോട് നമ്മളും സഹകരിക്കുന്നില്ല. ഇഷ്ടക്കേടൊന്നും എനിക്കില്ല, എനിക്ക് അങ്ങനെ ആരെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് ഞാനും അവരോട് അങ്ങനെ സഹകരിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ചികിത്സയുടെ സമയത്തും ഞാൻ ഒരുപാട് ഒറ്റപ്പെട്ട് ഒരുപാട് ബുദ്ധിമുട്ടിയ സമയമൊക്കെ ഉണ്ട്. ശരിക്കും ഞാൻ പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, മരിച്ചാൽ മതി എന്ന് തോന്നിയ അവസ്ഥയിൽ പോലും എന്നെ തിരക്കാത്തവരൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പൊ ഞാൻ ഇങ്ങനെ ഏതായാലും മരിച്ചില്ല, ജീവിക്കുമ്പോ അത് കാണുമ്പോ പുച്ഛിക്കുന്നവരും കളിയാക്കുന്നവരും തുറച്ചു നോക്കുന്നവരും ഇരുന്ന് കുറ്റം പറഞ്ഞ് വിധി പ്രഖ്യാപിക്കുന്നവരും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അവരോടൊന്നും നമ്മള് യാതൊരു പ്രതികരണത്തിനും പോകുന്നില്ല. ഏതെങ്കിലും രീതിയിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ നമ്മളിങ്ങനെ പോകുന്നേ ഉള്ളൂ.
നമുക്ക് അങ്ങനെ ആരോടും ഒരു പിണക്കോ വൈരാഗ്യമോ ഇല്ല. ഇങ്ങോട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും ഉണ്ട്. ഒന്നും കൊടുത്തും വാങ്ങിച്ചൊന്നും അല്ല കേട്ടോ. മനസ്സുകൊണ്ടൊരു നല്ല വാക്ക്, ഒരു സ്നേഹം, എന്താണ് എങ്ങനെയാണ് എന്നൊന്ന് ചോദിക്കാൻ ഒരു മനസ്സ് വേണം. അല്ലാതെ അങ്ങനെയുള്ളവരോട് നമ്മളും അങ്ങനെയാണ്. എനിക്കൊന്നും കൊടുക്കാനില്ല, ഒന്നും വാങ്ങാനും ഇല്ല, അത്രേ ഉള്ളൂ. ഈ കൊടുക്കാനും വാങ്ങാനും ഉള്ളത് സ്നേഹം മാത്രമേ ഉള്ളൂ. അത് മാത്രമേ ഉള്ളൂ എന്തുവാ ശാശ്വതമായിട്ട് നിൽക്കുന്നത്. ഈ കഴിഞ്ഞ ഇന്നലത്തെ വീഡിയോക്കകത്ത് ചോദിച്ചു, ചക്ക അല്ലാതെ ഒന്നും കൊണ്ടുപോകാനില്ലയോ എന്ന് ഒരാൾ എന്നോട് ചോദിച്ചു കേട്ടോ. എനിക്കൊന്നും കൊണ്ടുപോകാനില്ല. ഞാൻ ചെല്ലുന്നത് അവർക്ക് സന്തോഷമായതുകൊണ്ട് ഞാൻ പോകുന്നേ ഉള്ളൂ. അവരങ്ങനെയൊന്നും പ്രതീക്ഷിച്ചു അല്ല എന്റെ വരവിന് കാത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങള്. അപ്പം എൻ്റെ പ്രിയങ്ങള്, പലരും വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവർ ചോദിച്ചതുകൊണ്ട് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ എന്താണ്, നമുക്കിനി അത്താഴം കഴിച്ചാൽ മോനിക്കുട്ടിന് വിശക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര മേളമാണ്. വിശപ്പിനേക്കാളും നമ്മുടെ സ്പെഷ്യൽ ഡിന്നറിന് വേണ്ടിയിട്ടാട്ടോ. അപ്പൊ അതുകൊണ്ട് വിശപ്പായി എന്ന് പറയുവാണേ. അപ്പം നമുക്ക് കഴിച്ചാലോ? സലാഡ് നമ്മുടെ പത്തനംതിട്ടയിലെ പത്മ കഫേയിലെ എന്തോ ചില്ലി പൊറോട്ട കേട്ടോ. ഞാൻ കഴിച്ചിട്ടില്ല. ചില്ലി പൊറോട്ട കഴിച്ചിട്ടുണ്ട്, പത്മ കഫേയിലെ കഴിച്ചിട്ടില്ല. നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. നമ്മുടെ ഇന്നത്തെ കൊച്ചു വീഡിയോ ആയിരുന്നു. അത്താഴം അതുപോലെ സിമ്പിൾ അത്താഴമാണ്. ഇച്ചിരി സാലഡോട് ഒഴിക്കട്ടെ. ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. എൻ്റെ പ്രിയങ്ങൾക്കെല്ലാവർക്കും വേണ്ടിയിട്ട് പതിവ് പോലെ പ്രാർത്ഥനയുണ്ട്. അപ്പം നമുക്കിനി അടുത്ത ദിവസം കാണാം. എല്ലാവരുടെയും കമൻറ്റുകളൊക്കെ ഞാൻ വായിക്കുന്നുണ്ട്. എല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ. ഒരുപാട് സന്തോഷം കേട്ടോ. അപ്പോൾ കഴിച്ചിട്ട് വരാം. എല്ലാവരും സമാധാനത്തോടെ ഇരിക്കാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ടാറ്റാ. എങ്ങനുണ്ട്? കൊള്ളാവോ? മോനുകുട്ടിന് ഇഷ്ടപ്പെട്ടോ? കഴിച്ചു നോക്കി. മോനുകുട്ടൻ കാരണം എന്തോ അഭിപ്രായം പറയുന്നത് നോക്കട്ടെ. കൊള്ളാം. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.